നമസ്കാരം. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ചൂട്, 45 ഡിഗ്രിയൊക്കെയാണെന്ന് പറയുന്നു. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്ന് ഇച്ചിരി പഴങ്കഞ്ഞി കഴിക്കാൻ, കുറച്ച് പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ അപ്പം അത് നമുക്കൊന്ന് വിളമ്പിയതിന് എന്തൊക്കെയുണ്ട് കൂട്ടാനെന്ന് നോക്കാം. അപ്പം നമ്മുടെ പഴങ്കഞ്ഞി നമ്മൾ കലത്തിനകത്ത് വെച്ച് ഇന്നലെ വെച്ചത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. നമുക്കതിൽ നിന്ന് കുറച്ച് ചോറെടുക്കാം. ചൂട് കൊണ്ട് വലിയതുകൊണ്ട് നമുക്ക് കുറച്ച് ചോറെടുത്തു. അപ്പം ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നതാണ് ഈ ചട്ടി. അപ്പം അതിനകത്ത് എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് തൈര് ഞാൻ തന്നെ ഉറയൊഴിച്ച് ഇവിടെ വെക്കുന്നതാണ്. അപ്പം നമുക്ക് ഇച്ചിരി തൈര് കൂടെ അതിൻ്റെ കൂടെ ചെയ്തിട്ട് നല്ല കട്ട തൈര് നമ്മൾ കുറച്ച് തൈരെടുത്തു. ഇനി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമായിരുന്നു നല്ല തണുത്ത വെള്ളം, ആ വെള്ളവും കൂടെ എടുത്ത് അതിനകത്തോട്ട് വെച്ച് ഇനി നമുക്ക് കുറച്ച് ഉപ്പിടും, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ ഒരു കീര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കണ്ടിക്കണം, ഇന്നും കൂടെ കഴിക്കുന്നു. ഇന്ന് ഉച്ചക്കലത്തെ ആഹാരമില്ല. അപ്പം നമ്മൾ പിന്നെ നല്ല നാന്തരം കടുമാങ്ങ അച്ചാർ, ഇത്രയാണ് ഇന്ന് നമ്മുടെ ഉച്ചയ്ക്ക് ഊണിനുള്ളൂ. അപ്പം ഞാൻ പഴങ്കഞ്ഞി അങ്ങോട്ട് ഞെവിടി ഇത് ഞാൻ കൊണ്ടുവന്നതായി ഈ ചട്ടി. ഇങ്ങനെ ഇത് നല്ലതല്ലേ, ഇതേണ്ട നോക്കി, ഞാനിപ്പം പോയപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എനിക്ക് ഈ ചട്ടിക്കകത്ത് കഴിക്കുന്നത് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ കഴിക്കട്ടെ, നിങ്ങൾ കൊതി വരും. തൈരും ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂടെ ഞെരടിയാൽ നല്ലതാണ്. ഞാൻ പച്ചമുളക് എടുത്തുകൊണ്ട് വന്നില്ല, ഉണ്ട് പക്ഷെ. അപ്പം ഞാനിത് കൂട്ടി ഒന്ന് കഴിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഉച്ചക്കലത്തെ ആഹാരം കഴിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഇതും കൂടി ഇട്ടിട്ട് നമ്മളെ കൂട്ടി കഴിക്കുക. എല്ലാവരും ഒരു ശകലം അച്ചാറുകൂടെ എടുത്തിട്ടിട്ട് ഞാൻ ഇത് കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും കഴിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.